അങ്ങനെ നമ്മൾ പൊന്മുടി പോവാണ് കേട്ടോ. കുറേ ദിവസത്തെ അടിക്ക് ശേഷം ഒരു കലാശക്കൊട്ടായിട്ട് നമ്മൾ പൊന്മുടിക്ക് പോവുകയാണ്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുകയാണ് എനിക്ക് പൊന്മുടി പോകണം. അങ്ങനെ ഇന്നാണ് അത് നടക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പോയത് കഴിഞ്ഞ 2 ദിവസമായി. അപ്പോൾ ഇന്നാണത് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ വീഡിയോ എഡിറ്റ് എനിക്കിപ്പോൾ വന്ന് ഭയങ്കര മടിയാട്ടോ. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. നമ്മൾ പൊന്മുടി പോകണം, കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് പോയത്. കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പോയപ്പം കോടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാൽ വെയിലും ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ നമ്മൾ കോട ഇല്ലാത്ത ആ ഒരു വിഷമം നമുക്ക് വന്നില്ല. കാരണം നിൽക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്കും കാറ്റായിരുന്നു. അപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വഴിയൊക്കെ മാറ്റിയാണ് വിടുന്നത്. അപ്പോൾ നമ്മൾ ഇതുവഴി ബൈക്കിലാണ് പോയത്. ആ പാലം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതുവഴിയൊക്കെയാണ് പോയത്. പോകുന്ന ടൈമിൽ തന്നെ നമുക്ക് മലയും കുന്നും ഒക്കെ കാണുന്നുണ്ടായിരുന്നു. നല്ല സ്ഥലങ്ങളായിരുന്നു. നമ്മൾ നേരത്തെയും പോയിട്ടുണ്ട്, എങ്കിൽ പോലും ഒന്നും കൂടെ പറയാമല്ലോ, നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ കുറേ സംസാരിച്ച് കുന്നൊക്കെ കയറി മലയൊക്കെ കയറി നമ്മൾ പൊന്മുടിയിലെത്താൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പൊന്മുടി എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ പൊന്മുടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ചുരമായിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ചുരമാണ്. ഫസ്റ്റ് ചുരം കയറിയതേ ഉള്ളൂ. നമ്മൾ പിന്നെ നിർത്തിയാണ് കേട്ടോ പോയത്. നമ്മൾ കുറച്ച് ഫ്രൂട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോ സ്ഥലം എത്തുമ്പോഴത്തേക്കും നിർത്തി ഫ്രൂട്ടിയൊക്കെ കുടിച്ച് അങ്ങനെയാണ് പോയത്. നമ്മൾ ഒരുപോലെ ഇരുന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ നിർത്തിയാണ് പോയത്. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും വണ്ടി എടുത്തു, നമ്മൾ നടക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത് നമ്മൾ നിർത്തിയ സ്പോട്ട് തന്നെ ഇതായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇവിടുത്തെ വ്യൂ കാണാൻ നല്ലൊരു വ്യൂ കേട്ടോ. താഴെ കൊക്ക പോലെയാണ്, അവിടെ നിന്ന് വീണാൽ തീരും ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഈ സൂം ചെയ്ത് നോക്കുന്നത് എവിടെയെങ്കിലും ആന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ സൂം ചെയ്ത് നോക്കുക. പിന്നെ ഇവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ കുറച്ച് പേഴ്സണൊക്കെ കാണിക്കുന്നുണ്ട്. എങ്ങനെ എടുക്കണമല്ലോ അറിഞ്ഞൂടെ, എങ്ങനെയൊക്കെ എടുക്കുന്നു, വ്യൂവും കാണണം അങ്ങനെയൊക്കെ. എന്നിട്ട് ഞാൻ അവിടെ ഫ്രൂട്ടിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അഭിനയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ പറയുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് നീ എനിക്ക് 10ൽ 10 തരണമെന്ന്. എന്തിനാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. കൊള്ളാം വീഡിയോ, അതുകൊണ്ടായിരിക്കണം. കുറച്ച് നേരം നമ്മളങ്ങനെ അവിടെ ഇരുന്നു. അവിടെ പിന്നെ നമ്മുടെ സെൽഫി സ്റ്റിക്കിൻ്റെ മറ്റേ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന ആ സംഭവം മിസ്സായിട്ടോ. പക്ഷെ നമ്മൾ തിരിച്ചറിയുമ്പോൾ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നില്ല ഗൈസ്. നമ്മൾ തിരിച്ചെന്നപ്പോൾ എടുത്ത് അത് നമുക്ക് കിട്ടി. അതായിരുന്നു എനിക്ക് മറക്കാൻ പറ്റാത്തത്. നല്ല സന്തോഷം. തിരിച്ചു വന്നപ്പോൾ നമ്മൾ മറന്നില്ലല്ലോ. ആ സ്പോട്ട് കറക്റ്റ് കണ്ടുപിടിച്ച് അവിടെ നിർത്തി സംഭവം എടുത്തു. പിന്നെ നമ്മൾ കണ്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് നേരം ഇറങ്ങി അവിടെ നിന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു. വീണ്ടും നമ്മൾ ചുരം കയറി ലാസ്റ്റ് നമ്മൾ ഫൈനൽ ഇതാ പൊന്മുടി എത്തി ഗൈസ്. നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി ഇതോ അവിടെ കാണുന്നില്ലേ, ആ ടോപ്പിൽ നമുക്ക് എത്തണം. അങ്ങനെ ഞങ്ങൾ നടന്ന് ടോപ്പിലോട്ട് പോവുകയാണ് കേട്ടോ. ആശ ഫ്രണ്ടിൽ നിന്ന് നടക്കുവാണ്, ഞാൻ പുറകെ. അതെന്തിനാണ്, വീഡിയോയ്ക്കാണ്. അടുത്ത് എൻ്റെ വീഡിയോ പുറകെ വരും. അടുത്ത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് നടക്കാൻ പോവുകയാണ്, എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കയറാൻ തുടങ്ങി. ആദ്യം എനിക്ക് കയറിയപ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടങ്ങ് ഓണായി കേട്ടോ. ഇത് ഞാൻ ക്യാപ്പ് വെച്ചെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായതുകൊണ്ട് ഹെയറൊക്കെ ഭയങ്കരമായിട്ട് ചടയാവുന്നുണ്ട്. അതുകൊണ്ടാണ് കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാട്ടോ അവിടെ. അങ്ങനെ ഫൈനലി നമ്മൾ ടോപ്പിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ കയറിയിട്ട് നമുക്ക് ബാക്കി കാണാം. ഫൈനലി നമ്മൾ ടോപ്പിലെത്തി കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങി. നമ്മൾ എന്ത് പറയുന്നത് എനിക്കറിയുന്നില്ല. ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിത് അങ്ങ് അവിടെ നിന്ന് ആ ടോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങിയാണ്
ഈ സ്പോട്ടിലെത്തിയ. എന്നിട്ട് ഞങ്ങൾ നിർത്തിയില്ല. ഇത് കണ്ടോ, കാണുമ്പോൾ മനസ്സിലാവും. ഈ ടോപ്പിൽ നമ്മൾ ഇറങ്ങിയാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ നേരെ താഴോട്ടാണ് പോകുന്നത്. ബാക്കിൽ കാണുന്നില്ല, നല്ല കറുത്ത പച്ച കളർ, അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത്. ഇങ്ങനെ ഇറങ്ങി ലാസ്റ്റ് നമ്മൾ അവിടെ എത്തും കേട്ടോ. അവിടെ ഒരു കുഞ്ഞ് പാലരുവി പോലെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഫൈനലി നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ അങ്ങ് മുകളിൽ നിന്നാണ് ഇറങ്ങി താഴെ എത്തിയത് കേട്ടോ. നല്ല ടോപ്പിൽ നിന്നാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ് ഇവിടെ വന്നത്. ഈ സ്പോട്ട് അടിപൊളിയാണ് കേട്ടോ. ഒന്നുകൂടി വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ വന്ന് നോക്കുക. നല്ല സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ പാമ്പെങ്ങാനും ഉണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല, ബട്ട് സ്പോട്ട് അടിപൊളിയാണ് കേട്ടോ. പൊന്മുടി വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുക, നല്ല രസമാണ് കേട്ടോ. അവിടെ നിർത്തിയിട്ട് അതിലേ കൂടെ കയറി നമ്മൾ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കയറുതാൻ എത്തി ഗൈസ്. ഒട്ടും വയ്യ ഗൈസ്, തളർന്നു. അത്രയും ദൂരം നമ്മൾ ഇറങ്ങിയതാണ്, ഒന്നും പറയില്ല. പക്ഷെ ഇവിടുത്തെ വ്യൂ പോയിന്റ് സൂപ്പർ. കാണിച്ചു കാലിലോ ഇനി വരില്ല.